അച്ഛാ കണക്ക് പഠിച്ചാൽ മതിയായിരുന്നു. ഞങ്ങള് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു നിറഞ്ഞ സദസ് എന്ന് പറയുന്നത് എന്നും ഞങ്ങൾക്ക് ഇതിലും സന്തോഷമുള്ള വേറെ ഒരു കാര്യമില്ല. ഇന്നിവിടെ എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും, എൻ്റെ ഫ്രണ്ട്സ് അല്ല സോറി, ഞങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ട്സും ഫാമിലിയും ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണാൻ ഒരുപാട് ഒരുപാട് സന്തോഷം. അതിനോടൊപ്പം തന്നെ ഗുരുതുല്യരായ പോയി ക്ഷണിച്ച് എല്ലാവരും വന്നിട്ടുണ്ട് എന്നുള്ളത് വലിയ വലിയ സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം. ഇതൊരു ചെറിയ ഒരു നമ്മളെല്ലാവരും അരങ്ങേറ്റം എന്ന് പറയുന്ന ചെറുപ്പത്തിൽ അച്ഛനമ്മമാര് നമ്മളെ കൊണ്ടുപോയി ചേർത്തിയ ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മൾ അരങ്ങേറുന്നു. നമ്മളതിൻ്റെ ആ ഒരു പ്രായത്തില് അരങ്ങേറുന്നതാണല്ലോ കൂടുതലും. ഇത് ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ശരിക്കും ഇത് വട്ടം എന്ന് പറയുന്ന ഒരു ഡാൻസ് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു വാദ്യ കലാരൂപം അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് നമുക്ക് പരിചയപ്പെടാം ഈ ഒരു ഇൻസ്ട്രുമെന്റ് എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ ഇത് തുടങ്ങിയ നിർത്താൻ ഇച്ചിരി പാടുണ്ട്. ഇതാണ് ഈ പരിപാടി ഭയങ്കര ഒരു ട്രാൻസിലേക്ക് പോകുന്ന നമ്മളെ. പിന്നെ ഞങ്ങൾ ഡാൻസേഴ്സ് എന്നുള്ള രീതിയിൽ കാലങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കല അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പെട്ടെന്ന് നമ്മൾ കയ്യും കണക്കും വേറൊരു ലോകത്തേക്ക് പോയി. ഞങ്ങൾക്കൊക്കെ ഒരു എന്താ പറയാ, പല പ്രശ്നങ്ങളിൽ നിന്നുള്ള കട്ട് ഓഫ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾക്കൊരു പുതിയ ഒരു ബ്രേക്ക് ആയി എന്ന് പറയാം. നമുക്ക് പുതിയൊരു ലോകം പരിചയപ്പെടാൻ പറ്റി എന്ന് പറയാം. അങ്ങനെ ഒരു വലിയ ഭയങ്കര സന്തോഷത്തിന്റെ നടുക്കാണ് ഞങ്ങളിന്ന് നിൽക്കുന്നത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം എനിക്ക് തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് വിലാസിനി ടീച്ചർ ഉണ്ടല്ലോ, ആർമി വിലാസിനി ടീച്ചർ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, പഠിക്കാൻ ടീച്ചർ ഭയങ്കര മോശമായിരുന്നു അത്ര. അപ്പോ അവരുടെ പാരന്റ്സിന്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, പഠിക്കാൻ മോശമാണെങ്കിൽ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടിട്ട് ഡാൻസിൽ കണക്കോട് കണക്ക് എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങള്. അച്ഛാ കണക്ക് പഠിച്ചാൽ മതിയായിരുന്നു. ഇതില് കണക്കും ഇത് ചെറിയ കളിയല്ല. നമ്മള് പോയി നിന്ന് എൻജോയ് ചെയ്യുമ്പോ നമ്മൾ വിചാരിക്കുന്നില്ല ഇത് എന്താണ് ഈ കലാകാരന്മാർ ചെയ്യുന്നതെന്ന്.